അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചിക്കൻ മോമോസാണ്. ആവിയിൽ വേവിച്ചെടുക്കുന്നത് കൊണ്ട് ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റിയുമാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. അറിയാത്തവർ ട്രൈ ചെയ്ത് നോക്കണം. 1 കപ്പ് മൈദ എടുക്കണം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ ഓയിൽ, വെളിച്ചെണ്ണ ഒഴികെ ഏത് ഓയിൽ ഉപയോഗിക്കാം. 3 കൂടി നന്നായി മിക്സാക്കി എടുക്കണം. അതിനുശേഷം കുറച്ച് വെള്ളമൊഴിച്ച് ചപ്പാത്തി മാവ് കുഴക്കുന്നത് പോലെ കുഴച്ചെടുക്കണം. വല്ലാതെ ഹാർഡാകരുത്, കുറച്ച് അയവ് വേണം. നല്ല മയത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ച് മാറ്റി വയ്ക്കാം. ഒരു മിക്സി ജാർ എടുത്ത് അതിലേക്ക് 1/4 കിലോ ചിക്കൻ ഇട്ട് കൊടുക്കണം. എല്ലില്ലാത്ത ചിക്കൻ ആയിരിക്കണം. ഇത് നന്നായി ചതച്ചെടുക്കണം. ഒരു പേസ്റ്റ് രൂപത്തിൽ തന്നെ അരച്ചെടുക്കണം. അതിലേക്ക് കുറച്ച് മല്ലിയില, എല്ലാം ചെറിയ ചെറിയ പീസാക്കി കട്ടാക്കിയതായിരിക്കണം. ഒരു വലിയ ഉള്ളി, ഒരു പച്ചമുളക്, ഒരു ചുവന്ന മുളക് ക്രഷാക്കി എടുത്തത്, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, എല്ലാം കൂടി നന്നായി മിക്സാക്കി എടുക്കണം. ഈ ചിക്കനിലേക്ക് മസാലയൊക്കെ നന്നായി പിടിക്കണം. ഇതും മാറ്റി വയ്ക്കാം. ഇനി നേരത്തെ കുഴച്ച് വെച്ച മാവ് എടുത്ത് ഓരോന്നായി ബോൾ ഷേപ്പാക്കി എടുക്കണം. അതിൽ നിന്നൊരു മാവെടുത്ത് ചപ്പാത്തി പലകയിൽ കുറച്ച് മൈദ തൂക്കി കൊടുക്കണം. എന്നിട്ട് നൈസായി പരത്തിയെടുക്കണം. ഒരു ബൗളെടുത്ത് ഇതുപോലെ കട്ടാക്കി എടുക്കണം. നിങ്ങൾക്ക് എത്ര പീസ് കിട്ടുമെന്ന് വിചാരിച്ചാൽ അതിനനുസരിച്ച് കട്ടാക്കി എടുക്കണം. എനിക്ക് 3 പീസാണ് കിട്ടിയത്. അതിൽ നിന്ന് ഒന്നെടുത്ത് 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ പ്ലീറ്റ് ഇട്ട് കൊടുക്കണം. പ്ലീറ്റ് ഇടുന്തോറും ഒന്ന് അമർത്തി കൊടുക്കണം, എന്നാൽ അവിടെ ഒട്ടി നിൽക്കൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ബാക്കി പകുതി ഭാഗം കൊണ്ട് അവിടെ ഒട്ടിച്ചു കൊടുക്കണം. എന്നിട്ട് അതും അമർത്തിക്കണം. ഇതുപോലെ ഉണ്ടാകും. ആദ്യം ചെയ്ത മാതിരി തന്നെ ചെയ്യുക. 1 ടേബിൾ സ്പൂണ് ചിക്കൻ മസാല എടുത്ത് അതിൻ്റെ ഉള്ളിലിട്ടിട്ട് പകുതി ഭാഗം പ്ലീറ്റ് ചെയ്ത് കൊടുത്ത് ഒന്ന് അമർത്തി ബാക്കി പകുതി ഭാഗം ആ പ്ലീറ്റിട്ട ഭാഗത്ത് നന്നായി അമർത്തി കൊടുക്കണം. ഇതുപോലെ ബാക്കിയെല്ലാം ചെയ്തെടുക്കുക. എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് തീർച്ചയായും ചെയ്യണം. കൂടെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്താൻ മറക്കരുത്. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. എൻ്റെ മറ്റ് വീഡിയോസ് കാണുകയും വേണം. ഇതൊരു 20 മിനിറ്റോളം ആവിയിൽ വേവിച്ചെടുക്കണം. 20 മിനിറ്റിൽ കുറയരുത്. ഇതിൻ്റെ ഉള്ളിലുള്ള മസാലയൊക്കെ വേവിച്ചെടുക്കാത്തതാണ് ചിക്കൻ. അതുകൊണ്ട് തന്നെ നന്നായി വേവണം.
ചിക്കൻ മോമോസ് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റിയാണ്. ടൊമാറ്റോ കെച്ചപ്പോ അല്ലെങ്കിൽ ഇതിനായിട്ട് ഒരു ചമ്മന്തി ഉണ്ട്, അത് കൂട്ടിയോ കഴിക്കാം. എല്ലാം ആക്കിയെടുത്തിട്ടുണ്ട്. ഒന്ന് എണ്ണ തടവി കൊടുക്കണം, അല്ലെങ്കിൽ ഒട്ടി നിൽക്കും. ഇനി 20 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായി വേവിച്ചെടുക്കാം. 20 മിനിറ്റ് കറക്റ്റായി വന്നിട്ടുണ്ട്. മോമോസ് നന്നായി വെന്തിട്ടുണ്ട്. അങ്ങനെ വളരെ ഈസിയും ടേസ്റ്റിയുമായ ചിക്കൻ മോമോസ് തയ്യാറായിട്ടുണ്ട്. താങ്ക് യു.